ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുർസസു ജന്നത്ത്. ഇന്ന് സെയിൽ വീഡിയോ തന്നെയാണ്. എന്നത്തെയും പോലെ തന്നെ എഗ്ലോണിമന്നാണ്. അപ്പോൾ കുറച്ച് എഗ്ലോണിമാൻ്റെ കെയറും കൂടിയും പറയുന്നുണ്ട്. കാരണം കുറച്ച് ന്യൂ കമേഴ്സിന് തീരെ അറിയാത്ത ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ്. അതായത് നമ്മൾ സീഡ്ലിങ്സ് വാങ്ങുമ്പം ചെറിയ പ്ലാന്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും 3 ഇഞ്ച് 4 ഇഞ്ച് പോട്ടിൽ നല്ല ഹോളുള്ള പോട്ട് എടുത്തിട്ട് മണൽ നിറച്ചിട്ട് കുറച്ച് സാഫിൽ മുക്കി വെച്ചതിന് ശേഷം അതിൽ പോട്ട് ചെയ്യുക. പ്ലാന്റ് വലുതായതിന് ശേഷം മാത്രമേ വലിയ പോട്ടിലേക്ക് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് നല്ലോണം ശ്രദ്ധിക്കുക. എഗ്ലോണിമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇൻഡോർ പ്ലാന്റ് ആണ്, വെള്ളം അധികം വേണ്ട. അപ്പോൾ നമ്മൾ 2-3 ദിവസം കൂടുമ്പം പോട്ടി മിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രം കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യുക. അല്ലാതെ നമ്മൾ മറ്റ് പ്ലാന്റെല്ലാം നനയ്ക്കുന്ന ആദ്യം ഓസിട്ടൊന്നും നനയ്ക്കാൻ പാടില്ല, റൂട്ട് ചീഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എത്രയും ക്യാഷൊക്കെ കൊടുത്ത് വാങ്ങുന്നത് നമുക്ക് വീട്ടിലൊരു പോസിറ്റീവ് എനർജി കിട്ടുമല്ലേ, അത് കാണുമ്പോഴും ആ ഒരു ഇതിന് വേണ്ടിയാണല്ലോ നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കെയർ ചെയ്ത് കൊണ്ട് നടന്നാൽ മാത്രമേ പ്ലാന്റ് നിൽക്കുള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ പ്ലാന്റ് ഏതൊക്കെയെന്ന് നോക്കാം. ഈ മന്തിൽ എല്ലാവരും ഇങ്ങനെ എപ്പോഴും പറയുന്നുമുണ്ട്. അപ്പോൾ ഈ മന്തിൽ നമ്മൾ ഒരു 6 പ്ലാന്റ് അല്ലെങ്കിൽ 5 or 6 പ്ലാന്റ് എടുക്കുന്നവർക്ക് CC ഒഴിവാക്കിയിട്ട് പ്ലാന്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അത് ഈ ഒരു മന്തിലെ മാത്രം ഓഫറാണ് കേട്ടോ. ഔട്ട് ഓഫ് കേരളക്കാർക്ക് അതിനനുസരിച്ച് 70 ബാലൻസ് കഴിച്ചിട്ടുള്ള എമൗണ്ട് പേ ചെയ്താൽ മതി. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പ്ലാന്റ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് സീഡ്ലിങ്സ് ആണ്. ഇത് ഫയർ റെഡിൻ്റെ ആണ്. ഇത് കൊച്ചിൻ പീച്ചിൻ്റെതാണ്. ഇതിന് 150 ആണ്. ഇത് എലീന പിങ്ക്. ഇതൊക്കെ 150ൻ്റെ ആട്ടോ ഈ റോല് കാണിക്കുന്നത്. ഫസ്റ്റ് വണ്ണിന് മാത്രമേ 180 ഉള്ളൂ, ബാക്കിയൊക്കെ 150 ആണ്. ഇത് ഗ്രീൻ ലെഗസി. ഇതൊരു നല്ലൊരു പ്ലാന്റാണ്. അതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിക്കാം. ഇത് നാരോ ലീഫ് പീച്ച്. ഇത് ഗ്രീൻ പപ്പായ. ഇത് റെഡ് അഞ്ചുമൻ്റെ ഒരു തൈയാണ്. ഇത് നാരോ ലീഫാണ്. ഇത് റോട്ടുണ്ടല്ലേ, അതിൻ്റെ പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇത് ഐഡിയ അറിയില്ല. ഇത് ഗ്രീൻ ലക്കാച്ചിൻ്റെ വൈറ്റ് ലക്കാച്ചി അല്ല, അതിൻ്റെ ഗ്രീൻ ലക്കാച്ചിയാണിത്. അപ്പോൾ ഇത്രയും പ്ലാന്റാണ് 150ൻ്റെത്. ഇനിയുള്ളത് 250 റേറ്റുള്ള പ്ലാന്റുകളാണ്. 250 അതിൻ്റെ എബോവ് ആണ് കേട്ടോ, വെറും 250 അല്ല. അപ്പോൾ ആവശ്യമുള്ളവർ പറയുക. അപ്പോൾ ഞാൻ എൻ്റെ കറക്റ്റ് റേറ്റ് പറയുന്നേക്ക്. എല്ലാത്തിനും റേറ്റ് പറയുമ്പോൾ ഒരുപാട് ടൈമാവും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക, ഏത് പ്ലാന്റ് ആണെന്നുള്ള. അധികം ഞാൻ ID പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിക്ക് ഇട്ട് തരാൻ പറഞ്ഞാൽ ഞാൻ പിക്ക് ഇട്ട് തരാം, അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇത് വാലന്റൈൻ റെഡാണ്. ഇത് വലിയ പ്ലാന്റ് ആട്ടോ, 350ൻ്റെ. ഇത് വൈറ്റ് ലക്കാച്ചി 200ൻ്റെ. ഇത് സിയാം ഡയമണ്ടിൻ്റെ ഒരു പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത് വൈറ്റ് ലിപ്സ്റ്റിക്കാണ് 200ൻ്റെ. അല്ല, വൈറ്റ് ലിപ്സ്റ്റിക് അല്ല, സോറി, ലിപ്സ്റ്റിക് ഇല്ലേ, പിങ്ക് ലിപ്സ്റ്റിക്ക്. ഇത് കൊച്ചിൻ പീച്ചിൻ്റെ തൈയാണ്, 200ൻ്റെ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത്, കൊച്ചിൻ പീച്ച്. ഇത് ഈ പീച്ച് അല്ലെങ്കിൽ പിങ്ക്, ചിലത് പിങ്കും പീച്ചൊക്കെ ആയി വരലുണ്ട്. അതിലേക്ക് വരും, ഗ്രീനൊക്കെ മാറിയിട്ട് അതിലേക്ക് വരും. ഇതൊരു റെഡ് വെറൈറ്റിയാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. 300 ആണ് ഇതിന് റേറ്റ്. ഇത് നല്ല അതിൻ്റെ പോലെ തന്നെ ഒരു പ്ലാന്റാണ്, ID അറിയില്ല. ഇത് റൂബി ഗരുഡാണ്. ഇത് 350 ആണ്. ഇത് പീച്ച് വെറൈറ്റിയാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത്. ഇതൊരു റെഡ് വെറൈറ്റിയാണ്. ഇത് നാരോ ലീഫാണ്. ഇതിന് 300 ആട്ടോ. 2 ഷൂട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഷൂട്ടിന് 150ൻ്റെ ഷൂട്ടുകളൊക്കെ ഉണ്ട് ചെറിയ. ഇത് ഗ്രീൻ ഫ്രോസൺ 350 ആണ്. ഇത് ലക്സബ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത് വൈറ്റ് ലക്കാച്ചി തന്നെ. ഇത് വിതുരിയാണ്. വിതുരിൻ്റെ ചെറിയ പ്ലാന്റാണ്, 280ൻ്റെ. അതുപോലെ റെഡ് പനാമൻ്റെ ചെറിയ പ്ലാന്റാണിത്, 250ൻ്റെ. ഇത് റെഡ് വാലൻറ്റൈൻ, അല്ല സോറി, പിങ്ക് വാലൻറ്റൈൻ. ഇത് 2 ഷൂട്ടാണ്. ഒരു ഷൂട്ടിന് 350 ആണ്. 2 ഷൂട്ടാകുമ്പോൾ 700 വരും. ഉള്ളതൊക്കെ 350 റേറ്റുള്ള പ്ലാന്റുകളാണ് അധികവും. ചിലതെല്ലാം 300 ഉണ്ടാവും. അപ്പോൾ ഞാൻ പ്ലാന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഒന്ന് സ്റ്റാർ ഡസ്റ്റ് ആണ്, ഉണ്ടല്ലേ, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് സ്റ്റാർ ഡസ്റ്റ്. ഒക്കെ മദർ പ്ലാന്റ് ആണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇത് ID അറിയില്ല, നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്, ഉണ്ടല്ലേ. ഇതിൻ്റെ 250ൻ്റെ ഉണ്ട് കേട്ടോ. ഇത് തായ് ഫ്രോസൺ 350. ഇത് റെഡ് അഞ്ചുമൻ, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത് റോട്ടുണ്ടം, എല്ലാവർക്കും അറിയാം. അതിനെ കണ്ടില്ലേ, ലൈറ്റ് പിങ്ക് കളറ് വരും ഈ ഗ്രീൻ മേൽ ലീഫിൽ. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇത് വലിയ പ്ലാന്റാണ്. അതിൻ്റെ ചെറുതുണ്ട്.
പിന്നെ ഇത് എല്ലാവർക്കും ജയ്പോങ് റെഡ്, അതിൻ്റെ വലിയൊരൊറ്റ പ്ലാന്റ് ഇനി ബാക്കിയുള്ളൂ. പിന്നെ റെഡ് പനാമ, ഇത് കുറച്ചുകൂടി വലിയ പ്ലാന്റാണ്. പിന്നെ ഉള്ളത് ട്രൈ കളർ, ഇത് 350 ആണ്. പിന്നെ സോംബാറ്റ്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു, കണ്ടില്ലേ? ഇത് 750ൻ്റെ പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത്. പിന്നെ ഉള്ളത് കോങ്കോ റെഡ് ആണ്. ജയ്പോങ് റെഡ് പറഞ്ഞില്ലേ, അതിൻ്റെ വേറൊരു വെറൈറ്റിയാണിത്, കണ്ടില്ലേ? നല്ല റെഡ് കളറ് വരുന്നൊരു പ്ലാന്റാണിത്, കോങ്കോ റെഡ് എന്നാണ് പറയാം. ഇത് വീനസ് റെഡിൻ്റെ വലിയ പ്ലാന്റാണ്, 300, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് വീനസ് റെഡ്. ഇത് വൈറ്റ് ലക്കാച്ചിൻ്റെ വലിയ പ്ലാന്റാണ്. റെഡ് പനാമൻ്റെ അതിലും കുറച്ചുകൂടി വലിയ പ്ലാന്റാണ്. ഇത് 350 ആണ്, നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്, കണ്ടില്ലേ? ഈ ഒരു ലീഫിലേക്ക് എല്ലാ ലീഫും വരും, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത് ലക്സബ്, അത് നേരത്തെ കാണിച്ച മാതിരി സോംബാറ്റാണ്. ഇത് ടിങ്കിൾ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മദർ പ്ലാന്റാണ് കാണിച്ചത്, ഇത് മദർ പ്ലാന്റ് തന്നെയാണ്. ഇങ്ങനത്തെ 2 പീസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ടിങ്കിൾ. ഇത് ഐഡിയ അറിയില്ല, ഒരു പീച്ചാണ്, കണ്ടില്ലേ? നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. 350 ആണ് ഇതിന് റേറ്റ്. പിന്നെ ഇതും ഒരു പീച്ചാണ്, നാരോ ലീഫ് പീച്ചാണ്, 350ൻ്റെ. ഇത് റെഡ് വാലൻറ്റൈൻ്റെ പ്ലാന്റാണ്, മദർ പ്ലാന്റും ആണ്, ഇതിൻ്റെ ചെറിയ സൈസും ഉണ്ട്. പിന്നെ പനാമയിൽ ഒരു പീച്ച് പനാമ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള പ്ലാന്റ്. അതാ പീച്ച് പനാമ, ഒറ്റ തൈ തന്നെ ഉള്ളൂ ഇത്. പിന്നുള്ളത് നമ്മളെ വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ വലിയ പ്ലാന്റാണ്. പിന്നെ റയർ വെറൈറ്റിയിലുള്ളത് ഇപ്പം പോത്തോങ് ആണ്, അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ്. പിന്നുള്ളത് സോംബാറ്റ്, ഉണ്ടല്ലേ? നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് സോംബാറ്റ്. കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഞാൻ കാണിച്ചിരുന്നു, ഇനി ആകെ 2-3 പീസറ്റേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് സോംബാറ്റ്. ഇത്രയും പ്ലാന്റാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. 10 കാരറ്റും ഉണ്ട് അതുപോലെ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ID വാട്സപ്പ് ചെയ്യുക, ഏത് പ്ലാന്റാണ് വേണ്ടിയെന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി പ്ലാന്റ് കെയർ ചെയ്ത് വളർത്തുക. പിന്നെ നമ്മൾ ഇത്രയും ക്യാഷ് കൊടുത്ത് വാങ്ങുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അതിനെ നോക്കാം. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, നമ്മൾ കൊറിയർ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വ്യാഴാഴ്ച അയച്ചിട്ടുണ്ടെങ്കിൽ വെള്ളി ശനി 2 ദിവസത്തിനുള്ളിൽ എത്തും. അപ്പം നിങ്ങൾക്ക് പോകാൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും പറഞ്ഞയച്ചത് വാങ്ങാം, അല്ലാതെ ഞായർ ഓഫ് ആയിരിക്കും, അപ്പം പെട്ടി അവിടെ കിടന്ന് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചാൽ പ്ലാന്റ് മോശമായി പോവും. അതുകൊണ്ട് കൊറിയർ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോയി വാങ്ങിയിട്ട് ആ പെട്ടി ഓപ്പൺ ചെയ്തെങ്കിലും വെക്കുക. ജസ്റ്റ് നമുക്ക് ടൈമില്ലെങ്കിൽ പെട്ടി ഓപ്പൺ ചെയ്ത് വെക്കുക. കാരണം ഈ പ്ലാന്റ് എന്നൊരു ജീവനുള്ള വസ്തുവാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പോട്ടിൽ നിന്ന് എടുക്കുമ്പം തന്നെ അവർക്കൊരു ഇതുണ്ടാവും. പിന്നെ നമ്മൾ ചകിരിച്ചോറിലൊക്കെ വെച്ചിട്ടാണ് അയക്കുക, ക്ഷീണമൊന്നും പറ്റുന്നില്ല. പക്ഷേ നമ്മൾ വന്നിട്ടും ആ പെട്ടിയിൽ നിന്ന് പൊട്ടിക്കാതെ 3-4 ദിവസം, പ്രത്യേകിച്ച് ഈ സമ്മർ അതിനെക്കൊണ്ടാണ്, ഈ വേനൽക്കാലം അതിനെക്കൊണ്ട് അതിൽ കിടക്കുമ്പോൾ കേടായിപ്പോവും. കഴിഞ്ഞ പ്രാവശ്യം ഒരു അനുഭവം ഉണ്ടായി, അവർക്ക് അറിയേയില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഒന്നുകൂടിയും പറയുകയാണ്, ന്യൂ കമേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ കെയർ ചെയ്ത് വളർത്താം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.